പ്രിയ ശ്രോതാക്കളെ, വടക്കേ മലബാറിന്റെ കലാ സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒരു കലാരൂപമാണ് തെയ്യം കല. ഇത് ഒരു അനുഷ്ഠാന കലയാണ്. തെയ്യങ്ങൾ പലതുണ്ട്. അതിലൊന്ന് പൊട്ടൻ തെയ്യമാണ്. പൊട്ടൻ തെയ്യത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ച് കഥാപ്രസംഗ രൂപത്തിൽ ഇവിടെ ഒരു കലാരൂപം അവതരിപ്പിക്കുകയാണ്. ദൈവക്കോലം. കവിയും നാടൻ കലാ ഗവേഷകനുമായ ഡോക്ടർ RC കരിപ്പത്തിന്റെ രചനയെ അടിസ്ഥാനമാക്കി പ്രശസ്ത കലാപ്രവർത്തകനായ അബുദാബിയിലെ VTV ദാമോദരൻ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം. ആലാപനം ശ്രീദേവി അനിൽ. കീബോർഡ് ഷൈജു വടുവച്ചോല. തബല അനിൽ ആലപ്പുഴ. സാങ്കേതിക സഹായം അസീസ് കാസർഗോഡ്. ആശയമാവിഷ്കാരം VTV ദാമോദരൻ. ദൈവക്കോലം. മനുഷ്യൻ എത്ര മനോഹരമായ പദമാണത്. പരിഷ്കാരത്തിന്റെ പെരുവെള്ളക്കുത്തൊഴുക്കിൽ നന്മയെല്ലാം പടിയിറങ്ങുന്ന ഈ ആസുരകാലത്തിന് മുമ്പിൽ ഒരു കഥ. ദൈവക്കോലം. അതെ, വടക്കൻ കേരളത്തിലെ അനുഷ്ഠാന കലയായ പൊട്ടൻ തെയ്യത്തിന്റെ പുണ്യചരിത്രത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരേട് ദൈവക്കോലം. അഗാധമായ അദ്വൈത ജ്ഞാനം സരസമായി വിശദീകരിച്ച് വിശ്വമാനവികതയെക്കുറിച്ചുള്ള അവബോധം ജനഹൃദയങ്ങളിലേക്ക് പകരുന്ന അനുഷ്ഠാന കലയാണ് ശ്രീ പൊട്ടൻ തെയ്യം. സ്വയം പൊട്ടനാണെന്ന് നടിച്ച് നമ്മുടെ പൊട്ടത്തരം ചൂണ്ടിക്കാട്ടി ഉൾക്കണ്ണ് തുറപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ് പൊട്ടൻ തെയ്യം. മനുഷ്യ സ്നേഹവും ജ്ഞാനസമ്പന്നവുമായ അഗാധ ആശയങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പാട്ടാണ് പൊട്ടൻ തെയ്യത്തിന്റെ സന്ദേശം. വിജ്ഞാന സാന്ദ്രമാണ് ശ്രീ പൊട്ടന്റെ പാട്ട്. ജാതി മേധാവിത്വത്തിന്റെ പാരമ്യഘട്ടത്തിൽ അതിനെ ശക്തമായി ചോദ്യം ചെയ്യുന്ന ഈ ഗ്രാമീണ ശൈലിക്ക് രൂപം നൽകി അധകൃതനെ കൊണ്ട് തന്നെ അത് കെട്ടിയാടിച്ച് വിഭാഗീയതകൾ കൈവെടിഞ്ഞ് മനുഷ്യനിലെ മഹാശക്തികളെ ഉണർത്തുവാനായി ആഹ്വാനം ചെയ്ത സാമൂഹ്യ വിപ്ലവകാരിയുടെ ഉത്കൃഷ്ട സംഭാവനയാണ് പൊട്ടൻ തെയ്യം. പൊട്ടൻ തെയ്യം കീഴാള ജനതയുടെ ആത്മാവിഷ്കാരമാണ്. പാണ്ഡിത്യത്തിന്റെ ഉത്തുംഗ ശൃംഖത്തിൽ വിരാജിച്ച ശ്രീ ശങ്കരാചാര്യരോട് ചണ്ടാളനായി വേഷം മാറിയ പരമശിവന്റെ കൂർത്ത ചോദ്യങ്ങളത്രേ പൊട്ടൻ തെയ്യത്തിന്റെ തോറ്റം പാട്ടെന്ന് ഐതിഹ്യം. ഇന്നും ഓരോ ഭാരതീയന്റെയും നെഞ്ചിനു നേരെ ഇടിമുഴക്കം പോലെ ആ ചോദ്യങ്ങൾ ഓരോന്നും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നാങ്കളെ കുപ്പയിൽ നട്ട കദളിപ്പഴം വേണ്ടേ നിങ്ങളെ തേവനെ പൂജിക്കാൻ? നാങ്കളെ മുറ്റത്ത് തുളസിപ്പൂ വേണ്ടേ നിങ്ങളെ തേവന് മാല ചാർത്താൻ? നാങ്കളെ കുത്തിയാലും ചോര, നീങ്ങളെ കുത്തിയാലും ചോര, പിന്നെ എന്താ അന്തരം ചോരേ, എന്താ അന്തരം? കിണ്ണം പടിഞ്ഞാറേ കടലിൽ വീണു സുന്ദരി സന്ധ്യ നാണം കുടുങ്ങി വന്നു പ്രപഞ്ച തൃപ്പടിയിലെ തിരിതെളിഞ്ഞു ഭുവനം വെണ്ണിലാ പട്ടു പുകച്ചു കിണ്ണം പടിഞ്ഞാറേ കടലിൽ വീണു സുന്ദരി സന്ധ്യ നാണം കുടുങ്ങി വന്നു പ്രപഞ്ച തൃപ്പടിയിലെ തിരിതെളിഞ്ഞു ഭുവനം വെണ്ണിലാ പട്ടു പുകച്ചു. അതെ, നേരം സന്ധ്യയായി. അതാ കൊയ്തൊഴിഞ്ഞ ചേറ്റുകണ്ടത്തിനോരങ്ങളിലെ ചെറിയൊരു ചാളകളിൽ മുനിഞ്ഞു കത്തുകയായി മൺവിളക്ക്. കൂടണയുന്ന കിളികളെപ്പോലെ കൂലിനെല്ലും തലയിലേറ്റി കിതച്ചു പായുകയാണ് പുലയുകൾ. തമ്പ്രാക്കളെ വഴിയിൽ തീണ്ടാതെ ചാളയിലെത്താനുള്ള തത്രപ്പാടാണ് അവർക്ക്. ആ ത്രിസന്ധ്യ നേരത്ത് മേലക്കരയിലെ ഒറ്റയടി പാതയിലൂടെ നടന്നു വരികയാണ്
ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികൾ. കുളിർകാറ്റും വഴിമാറി തൊഴുതു നിന്നു കുളിർമേനി ചന്ദന കുറിവടം പകർന്നു കൂടുകയിൽ തുളസിപ്പൂ വിളങ്ങും പൂണൂലുമൊപ്പം പുലരുന്നോരോംകാരനാമം സുഹൃതമന്ത്രം. കുളിർകാറ്റും വഴിമാറി തൊഴുതു നിന്നു കുളിർമേനി ചന്ദന കുറിവടം പകർന്നു കൂടുകയിൽ തുളസിപ്പൂ വിളങ്ങും പൂണൂലുമൊപ്പം പുലരുന്നോരോംകാരനാമം സുഹൃതമന്ത്രം. കുളിച്ച് കുറി 5 വരച്ച് ഓങ്കാരമന്ത്രം ഉരുക്കഴിച്ച് ഒറ്റയടി പാതയിലൂടെ നടന്നെത്തുകയാണ് ആ ബ്രാഹ്മണോത്തമൻ. ബ്രഹ്മചൈതന്യം വഴിഞ്ഞൊഴുകുന്ന തേജസ്സാർന്ന മുഖാരവിന്ദം, ഇളം കാറ്റിലിളകിയാടുന്ന മാറിലെ പൂണൂൽ. ഒരു നിമിഷം അതാ തൊട്ടുമുന്നിൽ എതിരെ നടന്നു വരുന്നു ഒരു പുലയൻ. എന്തൊരു ധിക്കാരം! മേലാളർ നടന്നു പോകുന്ന വഴിയിൽ ഒരു അവർണന്റെ എഴുന്നള്ളത്ത്. നീചൻ! ആരാ ഇവൻ? നാട്ടായ്മയും നാട്ടുവഴക്കവും മറന്ന് ഇവൻ എന്തിനുള്ള പുറപ്പാടാണ്? ആചാര്യൻ കോപതാപങ്ങൾ കടിച്ചു തുപ്പി. ആറടി ദൂരെ വഴിയൊഴിയേണ്ടവൻ ആരാകിലെന്തു നിഷേധിയാകുന്നിവൻ. തൊട്ടു നീണ്ട പാടകളെ നിൽക്കേണ്ടവൻ തൊട്ടടുത്തേക്കു വരുന്നു ശിവ ശിവ. ആറടി ദൂരെ വഴിയൊഴിയേണ്ടവൻ ആരാകിലെന്തു നിഷേധിയാകുന്നിവൻ. തൊട്ടു നീണ്ട പാടകളെ നിൽക്കേണ്ടവൻ തൊട്ടടുത്തേക്കു വരുന്നു ശിവ ശിവ. അദ്വൈത ചിന്തയുടെ ആഴപ്പൊരുളന്വേഷിക്കുന്ന ജഗദ്ഗുരു ശങ്കരാചാര്യപാദർ ആകെ അസ്വസ്ഥനായി. ജാത്യാചാരം മറന്ന് മുന്നോട്ട് നീങ്ങുന്ന ആ പൊട്ടനായ പുലയനോട് ആചാര്യൻ വിളിച്ചോതി. വഴിമാറു 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 പുലയാ നിലവിട്ടു നീങ്ങിടുന്നു. പുലയനല്ലേ പാപജന്മമല്ലേ നീ പുലരിലവല്ലേ പുലയനാണ്. വഴിമാറു 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 പുലയാ നിലവിട്ടു നീങ്ങിടുന്നു. പുലയനല്ലേ പാപജന്മമല്ലേ നീ പുലരിലവല്ലേ പുലയനാണ്. അതെ, അയിത്ത ജാതിക്കാർ ആളിറങ്ങാത്ത വഴിയിലാണ് നടക്കേണ്ടത്. 1000 ആണ്ടുകളായി ആര്യ സംഹിതകൾ അരങ്ങുപാഴുന്ന മലനാട്ടിൽ ജാത്യാചാരം ലംഘിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? മദ്യപിച്ച് മനം കെട്ടതാകാം. പോ, വഴി തിരിഞ്ഞു പോ. കനൽ കണ്ണുലർത്തി ആചാര്യൻ ആജ്ഞാപിച്ചപ്പോൾ പൊട്ടനായ പുലയൻ ഒന്ന് ചിരിച്ചു. ഹേ ചോറേ! പൂച്ചയും നായും നടക്കും വഴികളിൽ എങ്ങൾക്കു മാത്രം വിരോധമെന്തേ? തിണലിനർത്ഥമറിയില്ല ചൊവ്വരേ, നിടകാലത്തെ നടപ്പതെന്തേ? പൂച്ചയും നായും നടക്കും വഴികളിൽ എങ്ങൾക്കു മാത്രം വിരോധമെന്തേ? തിണലിനർത്ഥമറിയില്ല ചൊവ്വരേ, നിടകാലത്തെ നടപ്പതെന്തേ? അതെ, അറിയാത്ത കൊണ്ട് ചോദിക്കുക, അറിവുള്ള തമ്പ്രാൻ പൊറുക്കുക. നാങ്കടെ കുപ്പയിലെ പൂനുള്ളിയല്ലേ നിങ്ങള് തേവന് മാല കെട്ടുന്നേ? നാങ്കടെ ചാളമുറ്റത്തെ വാഴപ്പഴം കൊണ്ടല്ലേ നിങ്ങള് തേവന് പൂജ വെക്കുന്നേ? പിന്നെ നാങ്കളെ മാത്രം ദൂരെയാക്കുന്നത് എന്താ? ശങ്കരാചാര്യർ ആ ചോദ്യത്തിനു മുമ്പിൽ ഒന്ന് കുഴങ്ങി. ഹേ തണ്ടപ്പുലയ, 4 ജാതിയിലും താണവനാണ് ശൂദ്രൻ. മദ്യമാംസാദികൾ ഭക്ഷിക്കുന്നവൻ. കണി കാണുന്നതേ പാപം. നാം ഒരുപോലെയാണ്. അത് നേരാ, ഒരുപോലെയല്ല, നോട്ടത്തിൽ തന്നെ വ്യത്യാസം. പൂണൂലുമില്ല പൂമീനിയില്ല
മർത്യചിത്തം ഒരു പോലെയല്ലേ. ൂണുമില്ല ഭൂമിയില്ല, പുത്തനുടുപ്പും പുതുമയില്ല, കത്തും വയറും കരിനിറവും മർത്യചിത്തം ഒരു പോലെയല്ലേ. എന്ത്? നമ്മുടെ മനസ്സ് പോലെയാണ് നിന്റെ മനസ്സെന്ന്? കൊള്ളാം, കടന്നു പോകൂ. ക്ഷമിക്കണം. പുലയൻ തലയിലെ മധ്യകുംഭം താഴെ ഇറക്കി വെച്ച് തൊഴുതുകൊണ്ട് അപേക്ഷിച്ചു. ഹേ മഹാചാര്യ, ഏങ്ങളെ കൺമുന്നിൽ കണ്ട സത്യം ഇതാണ്. പൂലോത്തെ മുറ്റത്തും സൂര്യനുണ്ട്, ചാളേരി മുറ്റത്തും സൂര്യനുണ്ട്. വേറിട്ട വകവേദം നമ്മൾക്കല്ലേ, വേറിട്ട വേദനി സൂര്യനുണ്ടോ. പൂലോത്തെ മുറ്റത്തും സൂര്യനുണ്ട്, ചാളേരി മുറ്റത്തും സൂര്യനുണ്ട്. വേറിട്ട വകവേദം നമ്മൾക്കല്ലേ, വേറിട്ട വേദനി സൂര്യനുണ്ടോ. കത്തുന്ന വിരൽ ചൂണ്ടി പുലപ്പൊട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ മഹാപണ്ഡിതനായ ശങ്കരാചാര്യർ ഒന്ന് പരുകി. മഹാചാര്യ, സകല ജീവജാലത്തിലും ഈശ്വരാംശമുണ്ടെന്ന അദ്വൈത ചിന്തയുടെ പിതാവായ താങ്കൾക്ക് എങ്ങനെയുണ്ടായി ഈ ഭേദചിന്ത? ഒന്നുകൂടി ചോദിക്കട്ടെ. നീങ്കൾ മുറിഞ്ഞാലും ചോര തന്നെ, നാങ്കൾ മുറിഞ്ഞാലും ചോര തന്നെ. ചോര നിറയും ഞരമ്പിലെങ്ങും, ചാലിച്ചതില്ലല്ലോ ജാതിമന്ത്രം. നീങ്കൾ മുറിഞ്ഞാലും ചോര തന്നെ, നാങ്കൾ മുറിഞ്ഞാലും ചോര തന്നെ. ചോര നിറയും ഞരമ്പിലെങ്ങും, ചാലിച്ചതില്ലല്ലോ ജാതിമന്ത്രം. പുലപ്പൊട്ടന്റെ സമൂർത്തമായ ചോദ്യം നൂറ് ചോദ്യങ്ങളായി ഇളം കാറ്റിൽ പാറിപ്പറന്നു. അദ്വൈത ചിന്തയുടെ ആദിപിതാവായ ആചാര്യപാദർ ആ ദർശനത്തിന്റെ പ്രായോഗിക മുഹൂർത്തത്തെ നേരിട്ടറിഞ്ഞു. ആയിരം സൂര്യന്മാർ ഒന്നിച്ചുദിച്ച മനസ്സോടെ ആ ചണ്ടാളപാദങ്ങളിൽ ആചാര്യർ സാഷ്ടാംഗം പ്രണമിച്ചു. ചണ്ടാള സ്വരൂപം പൊടുന്നനെ സാക്ഷാൽ പരമേശ്വരനായി. നാഗേന്ദ്രഹാരായ വിലോചനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ നിത്യായ ശുദ്ധായ ദിഗംബരായ തസ്മൈ നകാരായ നമഃ ശിവായ. സർപ്പമാലയണിഞ്ഞു മൗലിയിലെന്തും തിരുഗംഗയും, ഭസ്മലേപിതമാർവിടം മധുരസ്മിതം വിരിയും മുഖം. ദീപമുള്ള മൃഗത്തുകിൽ തിരുവസ്ത്രമാക്കിയ ശങ്കരൻ, ചേതകൈകളിലാ ത്രിശൂലവും ഓർത്തു കണ്ടുകടും തൊടി. സർപ്പമാലയണിഞ്ഞു മൗലിയിലെന്തും തിരുഗംഗയും, ഭസ്മലേപിതമാർവിടം മധുരസ്മിതം വിരിയും മുഖം. ദീപമുള്ള മൃഗത്തുകിൽ തിരുവസ്ത്രമാക്കിയ ശങ്കരൻ, ചേതകൈകളിലാ ത്രിശൂലവും ഓർത്തു കണ്ടുകടും തൊടി.
അതെ, കൺതുറന്ന് ശങ്കരാചാര്യർ വിസ്മയം പൂണ്ടു. ഈശ്വര, ചണ്ടാള വേഷമിട്ട് തന്നെ പരീക്ഷിക്കാനെത്തിയ സാക്ഷാൽ ശ്രീ ശങ്കര ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ 100 കൂടി പ്രണാമം. ചുണ്ടുകളിൽ ഓങ്കാരമന്ത്രമുണർന്നു. ശങ്കരാ ശിവ ശങ്കരാ കനീണമേ കരുണാകരാ ശങ്കരാ സകലേശ്വരാ ഹൃദി തന്നിൽ നിത്യം വിലാസിനി. ശങ്കരാ ശിവ ശങ്കരാ കനീണമേ കരുണാകരാ ശങ്കരാ സകലേശ്വരാ ഹൃദി തന്നിൽ നിത്യം വിലാസിനി. ഭഗവാൻ പുഞ്ചിരിച്ചു. ശ്രീശങ്കര, നിരർത്ഥകമായ ജാത്യാചാരത്തിന്റെ കാട്ടുവേരുകൾ പെയ്തെറിയാൻ നിന്റെ അദ്വൈത ദർശനത്തിന് സാധിക്കണം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന മഹത്തായ സന്ദേശം ഈ മണ്ണിൽ ഉയരട്ടെ. നാം കൈക്കൊണ്ട ഈ ചണ്ടാള രൂപം പൊട്ടൻ തെയ്യമായി മലയാള നാട് എന്നും ആദരിക്കാൻ ഇടവരും. സ്വസ്തി തേ സ്വസ്തി. ഒന്നാണു നമ്മൾ ഒരേ മതവും ഒന്നാണു നെഞ്ചിൽ വികാരവായ്പും. ഒന്നാണു നമ്മൾ ഒരേ മതവും ഒന്നാണു നെഞ്ചിൽ വികാരവായ്പും. ഒന്നാണു നമ്മൾ ഒന്നാണു നമ്മൾ ഒന്നാണു നമ്മൾ ഒന്നാണു നമ്മൾ ഒന്നാണു നമ്മൾ. നിങ്ങൾ ഇതുവരെ കേട്ടത് കവിയും നാടൻ കലാ ഗവേഷകനുമായ ഡോക്ടർ RC കരിപ്പത്തിന്റെ രചനയെ അടിസ്ഥാനമാക്കി പ്രശസ്ത കലാപ്രവർത്തകനായ അബുദാബിയിലെ VTV ദാമോദരൻ അവതരിപ്പിച്ച കഥാപ്രസംഗം ദൈവക്കോലം. ആലാപനം ശ്രീദേവി അനിൽ. കീബോർഡ് ഷൈജു വടുവച്ചോല. തബല അനിൽ ആലപ്പുഴ. സാങ്കേതിക സഹായം അസീസ് കാസർഗോഡ്. ആശയമാവിഷ്കാരം VTV ദാമോദരൻ.